ഹായ്, നമസ്കാരം. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ PM ശ്രീ പദ്ധതി. എന്താണ് ഈ PM ശ്രീ പദ്ധതി? കേന്ദ്ര സർക്കാർ 2022 പ്രഖ്യാപിച്ച ഒരു പ്രധാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ നവീകരണ പദ്ധതിയാണ് PM ശ്രീ. രാജ്യത്തുടനീളം 14,500-ലധികം സർക്കാർ അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളെ തെരഞ്ഞെടുത്ത് അവയെല്ലാം ആധുനിക സൗകര്യമുള്ള മാതൃകയായ സ്കൂളുകളാക്കി മാറ്റുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ലക്ഷ്യം വെക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന സവിശേഷതകളായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അതായത് NEP 2020 ഈ നയം പൂർണ്ണമായും നടപ്പാക്കുന്ന മാതൃകാ വിദ്യാലയങ്ങളായിരിക്കും ഇവ. ഇവിടുത്തെ മികച്ച പഠന രീതികൾ പിന്നീട് മറ്റു സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കും. അതുപോലെ തന്നെ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബുകൾ, അതുപോലെ തന്നെ ശാസ്ത്ര അഭിരുചി വളർത്തൽ അതായത് അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ എന്നിവ സ്ഥാപിക്കും. സോളാർ പാനലുകൾ, അതുപോലെ തന്നെ മഴവെള്ള സംഭരണം, അതുപോലെ തന്നെ ഓർഗാനിക് കൃഷിത്തോട്ടങ്ങൾ, ഇതൊക്കെയുള്ള പരിസ്ഥിതി സൗഹൃദ സ്കൂളുകളായിരിക്കും ഈ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾ. അതുപോലെ തന്നെ പുസ്തകം നോക്കി പഠിക്കുന്നതിന് പകരം അനുഭവങ്ങളിലൂടെ അതുപോലെ തന്നെ കളികളിലൂടെയൊക്കെ പഠിക്കാനുള്ള അവസരം. അതുപോലെ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ്ങും ആരംഭിക്കും. അതുപോലെ തന്നെ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്, പരീക്ഷയിലുള്ള മാർക്ക് മാത്രമല്ല കുട്ടിയുടെ സർഗാത്മക, കായിക, മാനസിക വളർച്ച എന്നിവയും വിലയിരുത്തും. അതുപോലെ തന്നെ മെമ്പർഷിപ്പ്, അതായത് ഈ സ്കൂളുകൾ ആ പ്രദേശത്തെ സാധാരണ സ്കൂളുകൾക്ക് ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു മെന്ററായി പ്രവർത്തിച്ച് അറിവുകൾ പങ്കുവെക്കണം. അതുപോലെ തന്നെ ഇതിന്റെ സാമ്പത്തിക ഘടന, ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആകെ ചെലവിന്റെ 60% കേന്ദ്രവും അതുപോലെ തന്നെ 40% സംസ്ഥാനവുമാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി വഹിക്കേണ്ടത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതിയെ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ എതിർക്കുന്നത്? തുടക്കത്തിൽ കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ ഒരു പദ്ധതിയെ ശക്തമായിട്ട് എതിർത്തിരുന്നു. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് സംസ്ഥാനത്തിന്റെ സ്വയം ഭരണാധികാരം നഷ്ടപ്പെടും എന്നുള്ള ആശങ്ക കൊണ്ടാണ്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലുള്ളതാണെങ്കിലും ഈ ഒരു പദ്ധതി വരുന്നതോടെ വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലവും അതുപോലെ തന്നെ മൂല്യനിർണ്ണയ രീതികളും പൂർണ്ണമായി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കീഴിലായിരിക്കും, അതായത് NEP-യുടെ കീഴിലായിരിക്കും. ഇത് സംസ്ഥാനത്തിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി സംസ്ഥാനങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ ബ്രാൻഡിങ്ങും ക്രെഡിറ്റും. ഈ ഒരു പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളുടെ പേരിനൊപ്പം PM ശ്രീ എന്നും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ലോഗോയും വെക്കണം. സംസ്ഥാനം 40% പണവും അതുപോലെ തന്നെ അധ്വാനവും മുടക്കുമ്പോൾ പൂർണ്ണമായിട്ടും കേന്ദ്രത്തിന് ക്രെഡിറ്റ് കൊടുക്കുക എന്നതും ഈ ഒരു സർക്കാരുകൾ എതിർക്കുന്നു. അതുപോലെ തന്നെ സ്കൂൾ ഘടനയിലെ മാറ്റം. കേരളത്തിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നിങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന്റെ ഘടന. എന്നാൽ ഈ ഒരു പദ്ധതി വരുന്നതോടെ ആ ഒരു ഘടനയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് അധ്യാപക തസ്തികകളെയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ ഘടനയെയും ബാധിക്കുമെന്നും സംസ്ഥാനങ്ങൾ ആശങ്കപ്പെടുന്നു. അതുപോലെ തന്നെ വിവേചനപരമായ വികസനം. കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ നയം എന്തെന്ന് വെച്ചാൽ എല്ലാ പൊതുവിദ്യാലയങ്ങളെയും ഒരേ ലെവലിലേക്ക്, അതായത് ഒരേ നിലയിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ബ്ലോക്കിൽ 1-2 സ്കൂളുകൾ മാത്രമാണ് തിരഞ്ഞെടുക്കുക. ഇത് മറ്റ് സ്കൂളുകൾക്കിടയിൽ ഒരു വിവേചനം ഉണ്ടാക്കാൻ കാരണമാവും എന്നുള്ളതും ഈ ഒരു സംസ്ഥാനങ്ങൾ വാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മതവും ചരിത്രപരമായിട്ടുള്ള ആശങ്കകൾ. ചരിത്രത്തെ കാവ്യവൽക്കരിക്കുന്നു എന്ന ഭയം. NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് പല ചരിത്ര ഭാഗങ്ങളും വെട്ടിക്കുറച്ചതിന്റെ പശ്ചാത്തലത്തിൽ PM ശ്രീ പദ്ധതി വഴി ഈ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ സംസ്ഥാനത്തെ സ്കൂളുകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുമെന്ന് വിമർശകർ ആശങ്കപ്പെടുന്നു. അതുപോലെ തന്നെ ബഹുസ്വരതയ്ക്ക് മേലിലുള്ള കടന്നുകയറ്റം. ഇന്ത്യയുടെ മതേതരത്വവും വൈവിധ്യവും തകർത്ത് ഒരൊറ്റ സാംസ്കാരിക അജണ്ട കൊണ്ടുവരാൻ ഈ ഒരു കേന്ദ്രീകൃത വിദ്യാഭ്യാസ രീതി കാരണമാകുന്നുവെന്ന് സംസ്ഥാനങ്ങൾ ഭയക്കുന്നു. അതുപോലെ തന്നെ ശാസ്ത്രീയ അടിത്തറയില്ലാതെ വേദങ്ങളിലെയും അതുപോലെ തന്നെ പുരാണങ്ങളിലെയൊക്കെ ആശയങ്ങൾ ശാസ്ത്രമാണെന്ന രീതിയിൽ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ ഏതെങ്കിലും ഒരു മതത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ആക്ഷേപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഷാ രാഷ്ട്രീയം. സംസ്കൃതത്തിനും ഹിന്ദിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വഴി ദക്ഷിണേന്ത്യയിലെ ഭാഷാപരമായിട്ടുള്ള കടന്നുകയറ്റത്തിന് ഇത് കാരണമാകുന്നുണ്ടെന്നും വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫണ്ട് തടഞ്ഞു വെച്ചുള്ള സമ്മർദ്ദം. പദ്ധതി നടപ്പാക്കാൻ കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പിടാത്ത സംസ്ഥാനങ്ങൾക്ക്, അതായത് MOU ഒപ്പിടാത്ത സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസ വികസനത്തിനായിട്ടുള്ള സമഗ്ര ശിക്ഷ അഭിയാൻ ഫണ്ടുകൾ കേന്ദ്രം തടഞ്ഞു വെച്ചു. കേരളത്തിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ 2 ഗഡു ഇത്തരത്തിൽ കേന്ദ്രം തടഞ്ഞു വെച്ചിരുന്നു. ഈ ഫണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിന് ഇതുമായിട്ട് സഹകരിക്കേണ്ടി വന്നതെന്നും ഇത് സംസ്ഥാനത്തിന്റെ മേലുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക സമ്മർദ്ദമാണെന്നും കേരളം കുറ്റപ്പെടുത്തുന്നു. അതുപോലെ തന്നെ UDF പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ശക്തമായിട്ട് എതിർത്ത ഈ ഒരു പദ്ധതി UDF അധികാരം കിട്ടിയ ശേഷം ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതിന്റെ പ്രധാനമായിട്ടുള്ള 3 കാരണങ്ങളാണ് UDF ഗവൺമെന്റ് പറയുന്നത്. അതിലൊന്നാമതായിട്ട് മുൻ സർക്കാർ ഒപ്പുവെച്ച കരാറിലെ നിയമക്കുരുക്ക്. മുഖ്യമന്ത്രി VD സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് മുൻ ഗവൺമെന്റാണ്, അതായത് LDF ഗവൺമെന്റാണ് 2025 ഒക്ടോബർ മാസം ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് കരാർ ഒപ്പിട്ടത്, അതായത് MOU ഒപ്പിട്ടത്. ഈ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം സംസ്ഥാന ഗവൺമെന്റിന് ഈ പദ്ധതിയിൽ നിന്നും പിന്മാറാനോ ഈ ഒരു പദ്ധതി മരവിപ്പിച്ച് നിർത്താനോ നിയമപരമായിട്ട് കഴിയില്ല. കേന്ദ്ര സർക്കാരിന് മാത്രമാണ് 30 ദിവസത്തെ നോട്ടീസ് നൽകി ഈ ഒരു പദ്ധതി റദ്ദാക്കാൻ കഴിയുള്ളൂ. ഈ ഒരു പദ്ധതി മുൻ ഗവൺമെന്റ് ഒപ്പിട്ടത് മുതൽ കേരളം ഇതിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നുള്ളതാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുൻ ഗവൺമെന്റ് ഈ ഒരു പദ്ധതി ഒപ്പിട്ടതിന് ശേഷം
99 കോടി കേരളത്തിന് ലഭിക്കുകയും മറ്റൊരു 106 കോടി കേന്ദ്രം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയമായി കേരള സർക്കാർ പിന്മാറിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഒരു തുക തിരികെ കൊടുക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിന് വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയോ ചെയ്യും. നിലവിലെ കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യത്തിൽ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതുപോലെ തന്നെ സമഗ്ര ശിക്ഷ കേരളം ഫണ്ട് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്കൂളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനൊക്കെ വേണ്ടി ഈ ഒരു ഫണ്ട് കിട്ടുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് ഇതിൽ സഹകരിക്കാത്തതിനെ തുടർന്ന് കേന്ദ്രം ഈ ഒരു ഫണ്ട് തടഞ്ഞു വെച്ചിരുന്നു. അപ്പൊ സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഈ ഒരു ഫണ്ട് തടഞ്ഞു വെക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ സർക്കാർ ഈ ഒരു കരാറിൽ ഒപ്പിടേണ്ടി വന്നത്. അപ്പൊ പുതിയ ഗവൺമെന്റ് ഇതിൽ നിന്നും പിന്മാറി കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ഫണ്ടുകൾ തടഞ്ഞു വെക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ വി.ഡി. സതീശൻ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്താന്ന് വെച്ചാൽ, എന്തായാലും ഗവൺമെന്റ് ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ നിർബന്ധിതരാണ്. പക്ഷെ ഒരിക്കലും കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ അജണ്ടകൾക്ക് മുമ്പിൽ കീഴടങ്ങില്ല. അതുപോലെ ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും സ്കൂളുകളിലെ കരിക്കുലം നിശ്ചയിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരവും സംസ്ഥാന ഗവൺമെന്റിന് ആയിരിക്കും എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഇതിനായി ഒരു പ്രത്യേക ഉപസമിതിയെയും അവർ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിത് ഒപ്പിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് കേരളത്തിൽ നടപ്പാക്കില്ല എന്നുള്ളത് കേന്ദ്രത്തെ കത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ UDF കാണിക്കുന്നത് രാഷ്ട്രീയ മലക്കം മറിച്ചിലാണെന്നുള്ളതാണ് അവർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നിഷ്പക്ഷമായി രണ്ട് ഭാഗത്തെയും ന്യായങ്ങളും നന്മയും തിന്മയും ഒന്ന് വിലയിരുത്താം. ഇതിന്റെ ഒരു വശത്ത് കുട്ടികളുടെ ഭാവിയും അതുപോലെ തന്നെ വികസനവുമാണ്, മറുവശത്ത് സംസ്ഥാനത്തിന്റെ അധികാരവും അതുപോലെ തന്നെ രാഷ്ട്രീയ നയവുമാണ്. ഇതിനെ നമുക്ക് 3 രീതിയിൽ നോക്കിക്കാണാം. അതിലൊന്നാമതായി വികസനത്തിന്റെ വശം, അതായത് പോസിറ്റീവ് വശം. ഒരു സാധാരണക്കാരന്റെയോ കുട്ടിയുടെയോ ഭാഗത്ത് നോക്കിയാൽ ഈ ഒരു പദ്ധതി കൊണ്ട് വലിയ ഗുണങ്ങളുണ്ട്. അതായത് അന്താരാഷ്ട്ര നിലവാരമുള്ള സൗകര്യങ്ങൾ. സർക്കാർ സ്കൂളിൽ അത്യാധുനിക ലാബുകളും അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ വരുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ അവസരങ്ങൾ നൽകും. അതുപോലെ തന്നെ സാമ്പത്തിക സഹായം. കേരളം പോലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനത്ത് വിദ്യാഭ്യാസത്തിന്റെ വികസനത്തിനായി കേന്ദ്രം നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് തള്ളിക്കളയുക എന്ന് വെച്ചാൽ അത് ബാധിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ കുട്ടികളെയാണ്. രണ്ടാമതായി സംസ്ഥാനങ്ങളുടെ ആശങ്ക, അതായത് നെഗറ്റീവ് വശം. അതിലൊന്ന് ഫെഡറലിസം തകരുമെന്ന ഭയം. വിദ്യാഭ്യാസം എന്നത് സംസ്ഥാനങ്ങളോട് കൂടി അധികാര പരിധിയിൽ വരുന്നതാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും ഡൽഹിയിൽ ഇരുന്ന് കേന്ദ്രം തീരുമാനിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ സംസ്ഥാനത്തിന്റെ പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ അവഗണിക്കപ്പെട്ടേക്കാം. അതുപോലെ തന്നെ ചരിത്രവും രാഷ്ട്രീയവും. ഇന്ത്യയുടെ ബഹുസ്വരത നിലനിർത്താൻ ചരിത്രവും സിലബസും നിഷ്പക്ഷമായിരിക്കണം. കേന്ദ്രത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ എത്തിക്കാൻ ശ്രമിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെ പ്രതിരോധിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം വേണം. അതുപോലെ തന്നെ മൂന്നാമതായി കേരള രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യം. കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ചർച്ചകൾ നിരീക്ഷിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. ഭരണപക്ഷത്തിനായാലും പ്രതിപക്ഷത്തിനായാലും ഫണ്ട് നഷ്ടപ്പെടുത്താൻ ആർക്കും താല്പര്യമില്ല എന്നതാണ്. LDF ഗവൺമെന്റ് ഇത് മുൻപ് ഒപ്പുവെച്ചതും UDF ഗവൺമെന്റ് ഇത് തുടരുന്നതും ഒരേ ഒരു കാരണം കൊണ്ടാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ട്. അതേസമയം കേരളത്തിലെ വോട്ടർമാരുടെ മതേതര മനോഭാവം നിലനിർത്താൻ തങ്ങൾ കേന്ദ്രത്തിന് കീഴ്പ്പെടില്ല എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതും അവർക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇരുകൂട്ടരും നിർബന്ധിതമായതുകൊണ്ടാണ് കരാർ ഒപ്പിടേണ്ടി വന്നതെന്നും അതുപോലെ തന്നെ ഈ ഒരു കരാർ തുടരേണ്ടി വരുന്നതെന്നും അതുപോലെ തന്നെ ഒരു നിലക്കും സിലബസിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ളതും പറയുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതിക്ക് നെഗറ്റീവ് വശങ്ങളുണ്ട്, പോസിറ്റീവ് വശങ്ങളുണ്ട്. അതായത് നമ്മുടെ മതേതരത്വത്തെയും അതുപോലെ തന്നെ ബഹുസ്വരതയൊക്കെ നിലനിർത്തിക്കൊണ്ട് വിവേചനമില്ലാതെ ഈ ഒരു പദ്ധതി നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പദ്ധതി നടപ്പാക്കാത്തതിന്റെ പേരിൽ സംസ്ഥാനങ്ങളുടെ ഫണ്ട് തടഞ്ഞു വെക്കുക എന്നുള്ളതും ഒരിക്കലും നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം കേന്ദ്രം കേരളത്തിന് നൽകുന്ന ഫണ്ട് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഫണ്ട് എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തെ ജനങ്ങൾ നികുതി അടച്ചിട്ട് അതിൽ നിന്നുള്ള വിഹിതമാണ് സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ GST എന്ന് പറയുന്നത് CGSTയും SGST ആണ്. അതായത് പകുതിയോളം പണം കേന്ദ്രത്തിലേക്കും അതുപോലെ തന്നെ പകുതിയോളം പണം സംസ്ഥാന ഖജനാവിലേക്കാണ്. അപ്പൊ അതിന്റെ ഒരു വിഹിതമാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഈ ഒരു പദ്ധതി നടപ്പാക്കാത്തതിന്റെ പേരിൽ ഫണ്ട് പിടിച്ചു വെക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഓക്കെ, താങ്ക് യു.